ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 1 വേരിയബിളിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന്. സോൾവ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x square minus 7x plus 3 equal to 0. Give your answer correct to 2 places of decimals. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സ് ഡെസിമൽ പാർട്ടിൽ എത്ര പ്ലേസേ വരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പ്ലേസേ വരാവൂ എന്ന് വെച്ചാൽ റൗണ്ട് ഓഫ് ചെയ്ത് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇത് ICSE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 3 ഈക്വൽ ടു 0 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ A എന്താണ്, B എന്താണ്, C എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. A എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. അപ്പൊ A 1 ആയിട്ട് എടുത്തു. ദെൻ B എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എക്സിന്റെ കോയിഫിഷ്യന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, -7 വേണം എടുക്കാനായിട്ട്, മൈനസ് സൈൻ കളയരുത്. ദെൻ C എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് ഇവിടെ +3 ആണ്. അപ്പൊ A കിട്ടി, B കിട്ടി, C കിട്ടി. ഇനി എക്സ് കാണാനുള്ള വേരിയബിൾ ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു സൊല്യൂഷന് കാണാനായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, -b പ്ലസ് ഓർ മൈനസ് √b² - 4ac / 2a. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ കാണാൻ പോകുന്നത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac / 2a. അപ്പൊ എയും ബിയും സിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ മൈനസ്, ഈ ഒരു ഫോർമുലയിലെ മൈനസ് ആണ് ഞാൻ ഇവിടെ ഇട്ടത്. ഇനി ബിയുടെ വാല്യൂ നോക്കുക, അതും ഒരു നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ അതൊരു ബ്രാക്കറ്റിൽ, ഓപ്പൺ ബ്രാക്കറ്റിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ അല്ലേ. ദെൻ പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറയുമ്പോൾ -7 ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac എന്നാണ്. അപ്പൊ 4 ഇൻറ്റു എയുടെ വാല്യൂ 1, അതൊരു ഓപ്പൺ ബ്രാക്കറ്റിൽ എഴുതി. സിയുടെ വാല്യൂ 3 ഓപ്പൺ ബ്രാക്കറ്റിൽ എഴുതി. ഓക്കെ അല്ലേ. ദെൻ 2a എന്നാണ്. അപ്പൊ 2 ഇൻറ്റു എയുടെ വാല്യൂ 1. ഓക്കെ അല്ലേ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. നെഗറ്റീവും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും, പോസിറ്റീവ് ആവും അല്ലെ. അപ്പൊ 7 പ്ലസ് ഓ മൈനസ് √b² -7 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -7 ഇൻറ്റു -7 എന്നാണ്. ദാറ്റ് ഈസ് +49 എന്ന് കിട്ടും. ദെൻ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇട്ട് 4 ഇൻറ്റു 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 12 എന്ന് കിട്ടും. ദെൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2. ക്ലിയർ അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 7 പ്ലസ് ഓ മൈനസ് √49 - 12, 49 - 12 37 ആണ്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ. ഈ √37 കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. √37, ഇപ്പോൾ √37 കാണാനായിട്ട് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലെ. അപ്പൊ 37 ആക്കാനായിട്ട് 36ൻ്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ. അപ്പൊ 36 + 1 എന്ന് പറയുന്നത് 37 എന്താണ്, ഈക്വൽ ആണ്. ഇപ്പൊ 36 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്, 6ന്റെ സ്ക്വയർ ആണ് 36 അല്ലെ. അപ്പൊ 6 എഴുതി. ദെൻ ഈ സൈൻ എന്താണോ, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ദെൻ അടുത്ത നമ്പർ ഏതാ, 1 ആണ് തന്നേക്കുന്നത്. അപ്പൊ 1 എഴുതുക. ഇനി അതിന്റെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ഇവിടെ എന്താണോ എഴുതിയത് അതിന്റെ ഡബിള്. അപ്പൊ ഇവിടെ നമ്മൾ 6 ആണ് എഴുതിയത് അല്ലെ. അപ്പൊ 6ന്റെ ഡബിൾ വേണം കൊടുക്കാൻ. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 6. ഓക്കെ അല്ലേ. ക്ലിയർ അല്ലേ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുക നോക്കിക്കേ, 6 + 1/12. ഇത് നിങ്ങൾ സൈഡിലായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ദെൻ 6 + 1/12, 1/12 ചെയ്ത് നോക്കുക. 1/12 ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.083 ആയിരിക്കും കിട്ടുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 6.083. അപ്പോൾ √37ന്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 6.083 ആണ്. ഓക്കെ അല്ലേ. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 7 + ഓ മൈനസ് 6.083 ഡിവൈഡഡ് ബൈ 2. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമുക്ക് രണ്ട് വാല്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. പ്ലസ് ഓ മൈനസ് ആണ്. അപ്പൊ പ്ലസ് ഇട്ട് ഒരു വാല്യൂ കാണണം, മൈനസ് ഇട്ട് ഒരു വാല്യൂ കാണണം. അപ്പൊ ആദ്യത്തെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 7 + 6.083 / 2.
അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 7ഉം 6ഉം തമ്മിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്ര കിട്ടും? 13 കിട്ടും അല്ലേ? 13.083 എന്ന് വരും ബൈ 2. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6.541 ആണ്. ഇനി ഇത് റൗണ്ട് ഓഫ് ചെയ്യണം. അതും കൂടി ചെയ്തിട്ട് അടുത്ത വാല്യൂലോട്ട് പോയാൽ മതി. 2 പ്ലേസിലാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ 2 പ്ലേസ് എന്ന് പറയുമ്പോൾ 4ന്റെ അവിടെ വേണം അണ്ടർലൈൻ ചെയ്യാൻ. തൊട്ടടുത്തുള്ള ഡിജിറ്റ് നോക്കുക. ഇത് 5നെയും കാട്ടി ചെറിയതാണ് അല്ലേ 1 എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചേഞ്ച് ഒന്നും വരുത്തണ്ട. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6.54 എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഈ 1ന് പകരം ഇപ്പോൾ 5ഓ 6ഓ 7ഓ 8ഓ 9ഓ ആണെങ്കിൽ ഈ 4 എന്ന് പറയുന്നത് ഒന്ന് ആഡ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. 5നെയും കാട്ടി താഴെയുള്ള ഡിജിറ്റ് ആയതുകൊണ്ട് ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഡിജിറ്റ് ഏതാണോ അത് തന്നെ അങ്ങ് ഇട്ടാൽ മതി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത വാല്യൂ നമുക്ക് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 7 മൈനസ് എത്രയായിരുന്നു? 6.083 ഡിവൈഡഡ് ബൈ 2. സോ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ച് വേണം കാണാൻ. 7.3 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ 000 എന്ന് വരും. മൈനസ് 6.083 ഇങ്ങനെ വേണം ഡിഫറൻസ് എടുക്കാനായിട്ട്, അല്ലാതെ 1 പോയിന്റ് ഒന്നും എടുത്ത് എഴുതല്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.917 ആയിരിക്കും ഡിഫറൻസ് കിട്ടുക. അപ്പോൾ അതിനെ എടുത്ത് എഴുതുക 0.917. ഇനി ഡിവൈഡ് ബൈ 2 കൂടെ ചെയ്യണം. 2 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.458 ആണ്. അപ്പോൾ 2 പ്ലേസ് അല്ലേ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണ്ടേ. അപ്പം ഇവിടെ രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിൽ വരുന്നത് 5 ആണ്. ഇനി 5ന്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റ് നോക്കുക, 8 എന്ന് പറഞ്ഞാൽ 5നെയും കാട്ടി വലിയൊരു ഡിജിറ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത ഡിജിറ്റിന്റെ കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ അടുത്ത വാല്യൂ എന്തായിരിക്കും? റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.4 അതുപോലെ തന്നെ കിടക്കും. 5ന് പകരം എന്ത് കൊടുക്കണം? 5 + 1 ദാറ്റ് ഈസ് 6. ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടി എക്സിന്. ഒന്ന് 0.46 ഓർ അടുത്ത സൊല്യൂഷൻ ഏതായിരുന്നു? 6.54. ഓക്കെ അല്ലേ? 6.54 ഇതാണ് നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്നും കൂടി എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.